നാളെ രാവിലെ തന്നെ എവിടെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ കുറച്ച് ഒരുക്കങ്ങളിലാണ് ഞാനുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഉച്ചക്കലത്തേക്കുള്ളതാ പരിപാടിയിലാണ്. നല്ല ഞണ്ട് ചെമ്മീനെന്ന് വല കിട്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ. ഞണ്ട് ചെമ്മീന് മാത്രമല്ല കൂന്തലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും ഇത് ഫുഡ് റെസിപ്പി കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോയിലൊക്കെ അല്ല വ്ളോഗ് ഫോറിയിൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ പിരികം വെക്കാൻ പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നാളെ രാവിലെ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഞാൻ മീൻ പൊരിച്ചതും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരുക്കം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇതിൻ്റെ കൂടെ നല്ല കുഞ്ഞു കുഞ്ഞു കൂന്തലും ഉണ്ട് കേട്ടോ. പിന്നെ അവിയപ്പനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പറ്റി വരുമ്പോൾ ഇതിൻ്റെ മുളക് വെള്ളം ഉണ്ടല്ലോ, ആ നീര് ലേശം എടുത്താണ് വെക്കും കേട്ടോ. അതൊരു രസമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെമ്മീൻ നുള്ളിയത് കുറച്ചെടുത്ത് അവിടെ വെച്ച് പിന്നെ കുറച്ച് ഉപ്പും മുളകും തേച്ചും വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് ട്രിക്ക് എന്ന് വെച്ചാൽ ഇത് നമുക്ക് രാവിലെ എന്തായാലും ഞാൻ പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് തലേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇത്തിരി ഉഴുന്നും പച്ചരിയും കൂടി അങ്ങോട്ട് വെള്ളത്തിലിട്ട്. അപ്പോൾ ചമ്മന്തി മാത്രം ആകുമ്പോൾ അവിയപ്പൊക്കെ അത് സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ അവിയപ്പോൾ ഓക്കെയാണ്. പക്ഷേ ചമ്മന്തി മാത്രമായിട്ട് അത്ര അങ്ങോട്ട് പോവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത്ര 2-3 വെള്ളച്ചെമ്മീൻ ഉണ്ടായിരുന്നു, അതെടുത്ത് ഉപ്പും മുളകും തേച്ച് അവിടെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അതും പൊരിച്ച് ചമ്മന്തിയും കൂടി ആകുമ്പോൾ പുള്ളിനെ മെല്ലെ ഒതുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ചെമ്മീൻ നുള്ളി വെച്ചത് വേറെയും ഉണ്ട് കേട്ടോ. അത് ഒലത്താനോ പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലത്തെ എണീറ്റിട്ടുണ്ട്, ഒരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചെമ്മീൻ അവിടെ പൊരിക്കാൻ വെച്ച് അങ്ങനെ ചോറും ലേശം അവിടെ ഇറക്കി വെച്ച് പിന്നെ നമ്മളെ ചമ്മന്തി അരക്കാനുള്ള പരിപാടിയാണ്. അരച്ച് വെച്ചത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താ പറയുക, കുറച്ചൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ കാര്യം ഭയങ്കര എളുപ്പമായിരിക്കും അല്ലേ. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം കഴിച്ചിട്ട് പോകാം. പക്ഷേ എനിക്ക് കുറച്ച് ധൃതി പിടിച്ചെന്ന് വെച്ചാൽ എനിക്ക് വല കെട്ടിയിട്ട് വരുമ്പോൾ ആ ഒരു പണി എനിക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അത് തിരിഞ്ഞ് പറക്കണം, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ട് ഇങ്ങോട്ട് മാറ്റി നല്ല ചൂടോടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വലകെട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ പറക്കി അതെല്ലാം ഒന്നും എനിക്ക് സമയം ഉണ്ടായിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും. കാരണം കുറച്ച് ബിസിയിലായിപ്പോയി. പിന്നെ അവിയപ്പോൾ വന്നപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് എടുപ്പിച്ചതാണ്. അപ്പോൾ ചെമ്മീനൊക്കെ കുറച്ച് വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വേഗം വിരിച്ചിട്ട് പിന്നെ ഒരു ചടുകൂട് ആയിരുന്നു കേട്ടോ. പിന്നെ നന്ദൂന് പോകണം സ്കൂളിൽ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇറക്കം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ 11 മണിക്ക് പുതിയൊരു അവിടെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവുമെന്ന് ചേട്ടനോടൊക്കെ പറഞ്ഞിരുന്നു. പണിയെല്ലാം കാരണം എനിക്ക് നേരത്തെ ഒന്നും അങ്ങോട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പകുതിക്ക് അവിടെ, നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ. അപ്പോൾ എൻ്റെ പിരികെന്താ ഫസ്റ്റ് സിറ്റിങ് ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഫസ്റ്റിൽ തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് തീരെ ഇല്ലാത്തതിലും ഒക്കെ എത്രയോ ബെറ്റർ അല്ലേ. പോണ വഴിക്ക് എൻ്റെ മോനെ ഞാൻ ഇവരിലൊന്ന് പരിധി കേട്ടോ. നോക്കുമ്പോൾ അതിനകത്തില്ല. നന്ദു കുറച്ച് നേരത്തെ പോയിട്ടുണ്ട്. അങ്ങനെ അവിയപ്പം എന്നെ ഇരണാവറോട് കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയി. അപ്പം അവിടെ നിന്ന് ബസ്സിനാണ് പുതിയടത്തേക്ക് അങ്ങോട്ട് പോയേട്ടാ ഞങ്ങളങ്ങോട്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ചേട്ടക്കും അവിടെ നിന്ന് വരാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകൾ തന്നെ ആയിട്ടാണ്. അപ്പോൾ വിചാരിക്കും പിന്നെ ഫ്ലൈറ്റിലല്ലേ യാത്ര എന്ന്. അതൊന്നല്ല കേട്ടോ, ഞങ്ങൾ സ്കൂട്ടിക്കാണ് അധികം പോണത്. അതുകൊണ്ട് ബസ്സിലിപ്പോൾ കുറച്ചായിട്ടാണ് കയറിയിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കയറി നിൽക്കുകയാണ് ഞാൻ. കാലിങ്ങനെ നല്ല ബലത്തിലും കയ്യും ഇങ്ങനെ പിടിച്ചിട്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഡ്രൈവർ എൻ്റെ കുറേ താഴത്തായിട്ടാട്ടോ സീറ്റ്, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ അങ്ങോട്ട് പോയി. വലിയ ബ്ലോക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും അവരെക്കാട്ടും ഒരു 5-10 മിനിറ്റ് ഞാൻ നേരത്തെ ബസ് സ്റ്റോപ്പിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കുകയാണ്. പിന്നെ ചോദിച്ചു ചേട്ടൻ പിണക്കം കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ കാലത്ത് ഇങ്ങോട്ട് എത്തിയത്. അപ്പോഴേട്ടാ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വയസ്സായ നല്ലോണം പ്രായമായിട്ട് ആ ഒരു അച്ചാച്ചൻ എങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, ആ ഒരു വണ്ടിയും കൊണ്ട്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറയാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളിതാ വണ്ടിയിൽ കയറി. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഞാനെന്നെ എന്തായാലും ചേട്ടൻ എന്തായാലും വ്ളോഗ് എടുത്തിട്ടുണ്ട്, അതിലെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അതെന്നെ കാണിച്ചിട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 3 ആളും ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇതാണ് ഞങ്ങളെ മാസ്റ്റർ വിക്കി. അപ്പോൾ പറയാതെ വൈകിട്ടാ ആൾ നല്ല അടിപൊളിയായിട്ടാ. എന്താ പറയുക, പിരിയൊക്കെ നമ്മൾ വിചാരിച്ചതിലും സൂപ്പറാക്കിയിട്ട് ഇങ്ങോട്ട് ആക്കി തരും കേട്ടോ. ഇതാണ് ഷോപ്പ്, സിഗ്നേച്ചർ ബൈ വിക്കി. വിക്കി ഗ്ലൗസ് ഒക്കെ ഇട്ടുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പോണോരെയുള്ള പേടിയുള്ളല്ലോ മോനെ. കറ് ശബ്ദം മാത്രം ഉണ്ടാവും കുറച്ച് കറ് അങ്ങനത്തെ സ്ക്വയർ അല്ല, കുറച്ചൊരു വൈഡ് ആയിട്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ് ഹെയറിന് ലെങ്ത് ഇല്ലല്ലോ. അവിടെ അല്ലേ 1 വീക്ക് വരെ ഉണ്ടാവും. പൊട്ട് വാങ്ങിക്കട്ടെ. വാങ്ങിച്ചോ. മിററിൽ കാണിച്ച് ഇങ്ങനെ കാണിക്കുക, അതല്ല മുഖം കാണിക്കുക. അമ്മ പാപ്പ എല്ലാം കിട്ടിയതാകുമ്പോ
ശരിക്കും പറഞ്ഞാൽ വേദന ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ടൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലുമായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളൊരു വലിയൊരു ആഗ്രഹമൊക്കെ അല്ലേ ഇത്. ഇപ്പോൾ എല്ലാവരും ഇതിൽ ചോദിച്ചിരുന്നുണ്ട് ഇത് വേദന ഉണ്ടോ എന്നൊക്കെ. വേദനയൊന്നും പേടിച്ചിട്ട് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, അത്ര വലിയ വേദനയൊന്നും ഇല്ല. ശരിക്കും ഇതെനിക്ക് ഫൈനൽ കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ച് കുറച്ച് വീതി കൂടിപ്പോയോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതാ കറക്റ്റാണ് കേട്ടോ, അത് വിൽക്കിയത് കറക്റ്റ് ആയിരുന്നു. കാരണം എൻ്റെ വലിയ നെറ്റിയല്ലേ, അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫസ്റ്റത്തേലും കൂടുതൽ എനിക്ക് അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിലും സൂപ്പർ ആയിട്ടുണ്ട് ഇപ്രാവശ്യം. അംഗത്തിന് പോവാ, മറ്റേ അംഗത്തിന് പോവാണോ അടുത്ത ആള്. എൻ്റെ എന്തായാലും ഫസ്റ്റ് തന്നെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇനി ആരെന്താക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല, അതെന്തായാലും അതങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. കണ്ടിട്ട് വിഷമിപ്പിക്കുന്ന അഭിപ്രായങ്ങളൊന്നും പറയരുത്, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയണം. എന്തായാലും നല്ല രസമില്ല, വിഷമിപ്പിക്കേണ്ടതൊന്നുമില്ലല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും എന്നോട് പറയാൻ മറക്കരുത്, അപ്പോൾ മടിക്കരുത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിഗി ചെയ്ത് കേട്ടോ. നിഗീൻ്റെ കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു 3-3:30 ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അതാ വിക്കി വരച്ച ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ ഞാനതൊന്നും അധികം എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളിതാ ഉച്ചയ്ക്ക് ഞാൻ ഒരു ന്യൂഡിൽസ് ആയിട്ടാണ് വാങ്ങിയത്, പിന്നെ ഇവർ ബിരിയാണിയും. അങ്ങനെ മോളെ കുറച്ചും കൂടിയൊക്കെ ശരിയായി വരുന്നുണ്ടല്ലേ നമ്മളത്. ആദ്യം നമുക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു വശവശകായിരിക്കും, പിന്നെ അങ്ങാട് സെറ്റാവും കേട്ടാ. പൂഞ്ഞിക്കര മിസ്റ്റർ പൂഞ്ഞിക്കരയാ. എനിക്കിങ്ങനെ എപ്പം കുഞ്ഞാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്തില്ല, മേലോട്ട് പോകുന്ന കൂടും. സമാധാനിപ്പിക്കുന്ന ഭാര്യ. അയ്യോ എന്താ ചെയ്യാ, ആരെ പറഞ്ഞ ഇത്രയും കഷ്ടപ്പെടാൻ മര്യാദ കുടുംബം പിടിക്കായിരുന്നില്ലേ ഇപ്പൊ. ഞങ്ങൾ അന്നേരം പറഞ്ഞാണ് നമുക്ക് പോകാം ഇത് വേണ്ട. റോസാപ്പൂവും വേണമെന്നില്ലായിരുന്നു, മതിയായിരുന്നു. എന്നിട്ട് ഇന്ന് നവരസങ്ങൾ ഇടണം നേരം ഇവിടെ കിടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റും. എന്തൊക്കെയോ ഒരു മനസുഖത്തിന് വേണ്ടി ഡയലോഗ് എന്തായാലും പറയുന്നു. അതാ സെറ്റായി. ഭർത്താവിന്റെ വിഷമം ഹൃദയത്തിൽ കുത്തിയ തമ്പുരാട്ടി മരിക്കും. എനിക്ക് ഉറങ്ങാൻ പോണ ഉറങ്ങി തീരെ അല്ലേ. അല്ല, ഭർത്താവിന് ഇത്രയും സങ്കടപ്പെട്ടിരിക്കുമ്പോ നിനക്ക് ഉറങ്ങാൻ കഴിയില്ല, അത് ഒരു സത്യമാണ്. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടാ. കരയാതെ കണ്ണുറങ്ങ് എടുക്കുന്ന പറഞ്ഞിട്ട് വലിയ ബ്ലേഡ് എടുത്തിട്ടില്ലല്ലോ. വലിയ ബ്ലേഡാണത്, വലിയ ബ്ലേഡെല്ലാം വെച്ചിട്ട് അടിക്കുന്ന. കണ്ട അളിയനെ തന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നെ. അളിയനാണെന്ന് മോന് ഇഷ്ടത്തിന് വരച്ചതിന് അളിയനെ എന്തിനു ചവിട്ടി കൂട്ടുന്നു പാവം. അങ്ങനെ നമ്മളെ ചേട്ടായുടെ ടാറ്റോ വീഡിയോ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം 11 മണിയായിട്ടാണ് രാത്രി. അപ്പം ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ തിരിക്കുകയാണ്. അപ്പോൾ നേരെ എന്താ പറയുക, എന്നെ കൊണ്ടുവന്ന് എൻ്റെ മടക്കര ആക്കി തന്നതിന് ശേഷമായിട്ടാണ് ഇവർ പിന്നെ തിരിച്ചു പോയത്. അപ്പോൾ 12 മണിയൊക്കെ ആയില്ല. അപ്പോൾ വീക്കിനോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ പിരികത്തിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ വരും കേട്ടോ. ഞാൻ എന്തായാലും ഒരാഴ്ചത്തെ എൻ്റെ പിരിയത്തിന് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.